ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു ഡബിൾ എക്സൽ സൈസിലുള്ള ഒരു പാൻറ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഫുൾ ലെങ്ത്ത് വരുന്നത് 40 ഇഞ്ചാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഹിപ്പിൻ്റെ അളവ് വരുന്നത് 25 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ ഇതൊരു ചുരിദാറിൻ്റെ കൂടെ കിട്ടിയേക്കണ ഒരു പീസ് തുണി ആയതുകൊണ്ട് നല്ല വിഡ്ത്തുള്ള ഒരു പീസ് ക്ലോത്താണ്. അപ്പോൾ അത്യാവശ്യം നല്ല പ്ലേറ്റ് ഇട്ട് തയ്ക്കാൻ പറ്റിയ വിഡ്ത്ത് ഇതിനുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ അളവുകളൊന്ന് മാർക്ക് ചെയ്യാം. ഫുൾ ലെങ്ത്ത് വരുന്നത് 40 എന്നല്ലേ പറഞ്ഞത്, 40. അതിൽ നിന്ന് ഒരു 7 ഇഞ്ച് ഞാൻ മൈനസ് ചെയ്യുന്നുണ്ട് മുകളിലത്തെ പടിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് 33 കിട്ടും. ആ 33ൻ്റെ കൂടെ നമുക്കൊരു 2.5 ഇഞ്ചും കൂടെ എക്സ്ട്രാ ചേർക്കണം. അപ്പോൾ 35.5 ഇഞ്ച്. അപ്പോൾ മുകളിൽ നിന്ന് ഒരു 35.5 ഇഞ്ച് ഞാനൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. അതൊന്ന് സ്ട്രെയിറ്റ് ലൈനായിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഏറ്റവും മുകളിൽ നിന്ന് നമ്മുടെ ഓപ്പൺ സൈഡ് വരുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടെ നിന്ന് നമുക്കൊരു 2 ഇഞ്ച് ഇപ്പുറത്തേക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ ഈ ഇത്രയും വിഡ്ത്തിൽ നമുക്ക് തുണി കിട്ടുമ്പോൾ ആ ഒരു പാൻറ്റിന് നല്ല ഒരു പ്ലീറ്റ് ഇട്ട് നമുക്ക് തയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ 2 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കവിടെ ക്രോച്ച് ഏരിയ ഒന്ന് മാർക്ക് ചെയ്യാം. ക്രോച്ച് ഏരിയ എന്ന് പറയുന്നത് 8 ഇഞ്ചാണ് ഞാനവിടെ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു 8 ഇഞ്ച് അവിടെ നിന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. ആ 8 ഇഞ്ചിൽ നമുക്കൊരു ബോക്സ് പോലെ വരച്ചെടുക്കാം. അതിന് ശേഷം നമുക്ക് താഴെ കാലിൻ്റെ ഓപ്പണിംഗ് വരുന്ന ആ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്ത് നമുക്കൊരു 7 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഒരു 1.5 ഇഞ്ചും കൂടെ തയ്യൽ തുമ്പ് കൊടുക്കാം. ഇനി ആ ഒരു ക്രോച്ച് ഏരിയയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് നേരെ ആ 1.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തതിലേക്ക് ഒന്ന് ഷേപ്പ് ചെയ്ത് വരയ്ക്കണം. അതിന് ശേഷം നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു നല്ലൊരു പാൻറ്റാണിത്. നമുക്ക് സ്ട്രെയിറ്റ് പാൻറ് ഇടാൻ ബുദ്ധിമുട്ടുള്ളവർക്കും അതുപോലെ ചുരി പാൻറ് ഇടാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഇടാൻ പറ്റിയ നല്ലൊരു പാൻറ്റാണിത്. ഒരു 2.25 മീറ്റർ തുണി ഇതിന് വേണ്ടി വന്നിട്ടുണ്ട്. ഇത് ചുരിദാറിൻ്റെ കൂടെ കിട്ടിയേക്കുന്ന പീസായതുകൊണ്ട് 2.25 ഉണ്ട്. ഇത് നമുക്ക് 2 മീറ്റർ തുണിയിലൊക്കെ ഇത് ചെയ്തെടുക്കാൻ, നോർമൽ പാൻറ് ചെയ്തെടുക്കാൻ സാധാരണ 2 മീറ്റർ തുണി തന്നെ ധാരാളമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയൊരു നല്ലൊരു പാൻറ്റാണിത്. അപ്പോൾ താഴ്ഭാഗത്തിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലൊരു പടി വെക്കണമെന്ന് പറഞ്ഞില്ലേ, ആ പടിയുടെ കട്ടിങ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആ പടിയുടെ വിഡ്ത്ത് എന്ന് പറയുന്നത് ഞാനൊരു 25 ഇഞ്ചാണ് എടുക്കുന്നത്. നമ്മുടെ ഹിപ്പിൻ്റെ അളവില്ലേ, ആ ഒരളവെന്ന് പറഞ്ഞാൽ നമുക്ക് 25 ഇഞ്ചാണ്. പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പോടെ കൂട്ടി 26 ഇഞ്ചുണ്ട്. നീളം വന്നിട്ട് 7 ഇഞ്ച് പ്ലസ് 2.5 ഇഞ്ച് തയ്യൽ തുമ്പും ഞാനവിടെ കൂട്ടിയിട്ടുണ്ട്. മുകളിൽ നമ്മൾ ആ വള്ളി ഇടുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, അത് മടക്കി അടിക്കാനും താഴെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പിനും കൂടെ കൂട്ടിയാണ് 2.5 ഇഞ്ച് എക്സ്ട്രാ എടുത്തിരിക്കുന്നത്. അപ്പം മൊത്തം 9.5 ഇഞ്ച് നീളവും 26 ഇഞ്ച് വീതിയുമുള്ള ഒരു 2 പീസ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഒറ്റ പീസായിട്ട് കിട്ടുമെങ്കിൽ അങ്ങനെയും ചെയ്യാം. എനിക്കിപ്പോൾ 2 പീസായിട്ടാണ് കിട്ടിയത്, അതുകൊണ്ട് ഞാൻ 2 പീസും കൂടെ ജോയിൻ ചെയ്താണ് എടുക്കുന്നത്. ഇനി നമുക്കതിൻ്റെ സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ ഒരു കാല് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ കാലിൻ്റെ ഏറ്റവും താഴ്ഭാഗം ഉണ്ടല്ലോ, നമ്മുടെ ഓപ്പണിംഗ് വരുന്ന ഭാഗം, ആ ഭാഗം നമുക്കൊന്ന് മടക്കി അടിക്കേണ്ടതുണ്ട്. അപ്പോൾ കുറച്ചൊരു കട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ക്യാൻവാസ് ഉണ്ടല്ലോ, ക്യാൻവാസ് വെച്ചിട്ട് ചെയ്യാമെന്ന് കരുതി. ഇത് ക്യാൻവാസ് ആണോയെന്നറിയില്ല. ഇങ്ങനെ പാൻറ്റിൻ്റെ അടിയിൽ വെക്കാനുള്ള പീസ് എന്ന് പറയുമ്പോൾ അവർ തരുന്നതാണിത്. അപ്പോൾ നമുക്ക് റോളായിട്ട് മേടിക്കണമെന്നൊന്നുമില്ല, അല്ലാതെ മുറിച്ചെടുത്തിട്ടായാലും തരും. 1 മീറ്റർ 2 മീറ്ററൊക്കെ ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു സാധനമാണിത്. ഇതൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ നമ്മുടെ ക്യാൻവാസ് ഉണ്ടല്ലോ, ക്യാൻവാസ് എടുത്തിട്ട് 1 ഇഞ്ച് വീതിയിൽ ആവശ്യത്തിന് നീളത്തിൽ മുറിച്ചെടുത്ത് വെച്ചാൽ മതി. ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മൾ തുണി തന്നെ 2ആയിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്ത് വെച്ചാൽ മതി. അപ്പോൾ ഞാൻ ആ ഒരു പീസ് വെച്ചിട്ട് ഒരു 4 ഇഞ്ച് അതിലേക്ക് മടക്കി വയ്ക്കുകയാണ്. നമ്മുടെ പാൻറ്റിൻ്റെ പീസ് ഒരു 4 ഇഞ്ച് അതിലേക്ക് മടക്കി വെച്ചതിന് ശേഷം ഒന്ന് അരിക് വഴി സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. ഇത് പാൻറ്റിൻ്റെ താഴെ വയ്ക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നല്ല കട്ടിക്കിരിക്കാനാണ്. അപ്പോൾ നമുക്കൊരു 3-4 സ്റ്റിച്ച് അതിൻ്റെ മുകളിൽ കൂടെ കൊടുക്കുമ്പോൾ പാൻറ്റിൻ്റെ താഴ്ഭാഗം നല്ല കട്ടിക്കിരുന്നുള്ളൂ, അതിന് വേണ്ടിയിട്ടാണ്.
അപ്പോൾ തുണി തന്നെ മടക്കി വെച്ചാൽ ഇത്രയും കട്ടി കിട്ടില്ല. ക്യാൻവാസ് ആണെങ്കിലും കുഴപ്പമില്ല. അത് ക്യാൻവാസിൻ്റെ തന്നെ വേറൊരു ഇതാണിത്. പക്ഷെ പശയൊന്നുമില്ല. ഇനി നമുക്കത് ഫുള്ളായിട്ട് ഉള്ളിലേക്ക് മടക്കി വെച്ചതിന് ശേഷം അരികെ ചേർന്ന് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ആ ക്യാൻവാസിൻ്റെ ആ അരികെ ചേർന്നൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ഒരു 3 സ്റ്റിച്ചോടെ നമുക്ക് ആ ഒരു 1/4 ഇഞ്ച് വിഡ്ത്തിൽ കൊടുത്തെടുക്കാം. എന്നാലാണ് നല്ല സ്റ്റിഫായിട്ടത് നിൽക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ഒരു പാൻറ്റിൻ്റെ ഒരു കാല് നമ്മൾ റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ താഴ്ഭാഗത്തെ ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ 7 ഇഞ്ചാണ്. അപ്പോൾ ആ 7 ഇഞ്ചിൽ നിന്ന് നമുക്ക് നേരെ ക്രോച്ച് ഏരിയയുടെ അങ്ങോട്ടൊന്ന് വരച്ചെടുക്കാം. അതിന് ശേഷം ആ വരയിൽ കൂടെ തന്നെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ താഴ്ഭാഗത്ത് അത്യാവശ്യം തയ്യൽ തുമ്പ് വന്നിട്ടുണ്ട്. മുകളിലേക്ക് വരുന്തോറും നമ്മളൊരു ക്രോച്ച് ഏരിയയുടെ അങ്ങോട്ട് വരുമ്പോഴും നമുക്കൊരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വന്നേച്ചാൽ മതി. അപ്പോൾ ഒരു സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കുക. നമ്മൾ പാൻറ്റും ഒക്കെ തയ്ക്കുമ്പോൾ അതുപോലെ ആണെങ്കിൽ 2 സ്റ്റിച്ച് വെച്ചിട്ട് കൊടുക്കുക എല്ലായിടത്തും. പാൻറ്റും ക്രോച്ച് ഏരിയ അതുപോലെ എല്ലാ ഭാഗത്തും 2 സ്റ്റിച്ച് കൊടുക്കണം. അപ്പോൾ 2 കാല് ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ക്രോച്ച് ഏരിയകൾ തമ്മിൽ നമുക്കൊന്ന് യോജിപ്പിച്ച് വയ്ക്കാം. അപ്പോൾ അതിൻ്റെ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വയ്ക്കുക. ചേർത്ത് വെച്ചതിന് ശേഷം ഈ ഒരു ജോയിൻറ്റ് വരുന്ന ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം കറക്റ്റായിട്ട് വരുന്നുണ്ടോ എന്ന് നോക്കുക. ആ ഭാഗങ്ങൾ തമ്മിൽ നല്ല കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 1/2 ഇഞ്ച് തയ്യൽ തുമ്പിടുക. എന്നിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 2 പ്രാവശ്യം തയ്ച്ചെടുക്കുക. ഇനിയിപ്പോൾ ഇത്രയും വിഡ്ത്തിൽ നമുക്ക് പാൻറ്റ് വേണ്ട. അതുകൊണ്ട് നമ്മൾ കുറച്ച് പ്ലീറ്റ്സ് ഇട്ട് അതിനെ ഒന്ന് ചുരുക്കിയെടുക്കണം. അതിനായിട്ട് ആ പാൻറ്റ് 2ആയിട്ട് മടക്കി വയ്ക്കുക. 2ആയിട്ട് മടക്കി വെച്ചിട്ട് നമുക്ക് ആ ക്രോച്ച് ഏരിയയുടെ ആ ഒരു ഭാഗത്ത് നിന്ന് നമുക്കൊരു 9 ഇഞ്ച് ഒന്ന് ലെഫ്റ്റ് സൈഡിലേക്കൊന്ന് മാർക്ക് ചെയ്യാം. ആ മാർക്ക് ചെയ്തതിന് ശേഷം അവിടെ ചെറിയൊരു നോച്ച് കൊടുക്കുക. എന്നിട്ട് ആ നോച്ച് കൊടുത്തേക്കണ ഭാഗം വരെ നമ്മൾ ഇപ്പം 4 പീസിലും അതുപോലെ നോച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു പോക്കറ്റൊക്കെ ഇടുന്ന ആ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്താണ് പ്ലീറ്റ്സ് വരുന്നത്. അപ്പോൾ 2 സൈഡിലും നമ്മളതുപോലെ വലിയ വലിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക. അപ്പം ഞാൻ 2 സൈഡിലും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എന്നിട്ട് നമുക്കതൊന്ന് നേരെ വെച്ചിട്ട് അളന്ന് നോക്കണം എത്രയാണെന്നുള്ളത്. അപ്പോൾ ഏകദേശം ഒരു 25 നമുക്ക് വേണ്ടത്. 25 തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കിട്ടുമ്പോൾ എന്തെങ്കിലും കൂടുതലുണ്ടെങ്കിൽ പ്ലീറ്റ്സ് ഇട്ട് കഴിഞ്ഞ് കൂടുതലുണ്ടെങ്കിൽ കറക്റ്റ് ആ ഒരു പടി വെച്ചടിക്കുമ്പോൾ കൂടുതലാണ് താഴത്തെ ഭാഗമെങ്കിൽ ഒരു പ്ലീറ്റ് ഇട്ട് കൊടുത്താൽ മതി കറക്റ്റ് ആക്കാനായിട്ട്. ഇനി കുറവാണെങ്കിൽ ഒരു പ്ലീറ്റ് അഴിച്ചിട്ടാലും മതി. അപ്പം ഞാൻ ഇതിൻ്റെ പടിക്കുള്ള പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. 2 എണ്ണമായിട്ടാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് 2ഉം കൂടെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട്. 2ഉം കൂടെ ഒന്ന് ജോയിൻ ചെയ്തതിന് ശേഷം ഒന്ന് പതിച്ചടിക്കാം. അതിന് ശേഷം നമ്മുടെ കറക്റ്റ് ഹിപ്പിൻ്റെ അളവെന്ന് പറഞ്ഞാൽ 25 ഇഞ്ചല്ലേ, ആ 25 ഇഞ്ചൊന്ന് നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ അടിച്ച ഒരു ഭാഗം ഉണ്ടല്ലോ, ആ തയ്യൽ തുമ്പിൻ്റെ അവിടെ നിന്ന് ഇപ്പുറത്തേക്ക് 25 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്യാം. അതിന് ശേഷം നമുക്ക് ആ ഒരു ലൈൻ താഴേക്ക് നീളത്തിൽ വരച്ചെടുക്കാം. ഇനി നമ്മൾ ആ ഒരു ലൈനിൽ കൂടിയാണ് തയ്ക്കുന്നത്. അപ്പം മുകളിൽ നമുക്ക് പടി മടക്കി വയ്ക്കാൻ വേണം തുണി, താഴെ നമുക്ക് 1/2 ഇഞ്ചും തയ്യൽ തുമ്പ് വേണം. അപ്പോൾ ഞാനിങ്ങനെ അടിച്ച് വരികയാണ്. ഇനി നമുക്ക് ആ മുകളിൽ പടി മടക്കി വയ്ക്കാനുള്ളത് ഒന്ന് മടക്കി വെച്ച് നോക്കാം എന്തോരം സ്റ്റിച്ച് ചെയ്യണം, എന്തോരം വരെ സ്റ്റിച്ച് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അവിടം വരെ കൊണ്ട് ചെന്ന് നിർത്തിയതിന് ശേഷം തിരിച്ച് നമ്മൾ വന്നിടത്ത് തന്നെ കൊണ്ട് നിർത്തുക. ഇനി നമുക്ക് അതിൻ്റെ ആ മുകൾ ഭാഗം ഉണ്ടല്ലോ, മുകൾ ഭാഗം മടക്കി അടിക്കുന്നതിന് മുമ്പ് ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്ത ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം ഒന്ന് പതിച്ചടിക്കണം. അപ്പം ഞാൻ അത് തേരുവശം ആയതുകൊണ്ട് 2 മടക്കിൻ്റെ ആവശ്യമില്ല, ഒറ്റ മടക്ക് മതി. അതുകൊണ്ട് നിവർത്തി വെച്ചിട്ട് തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്യണം. നിങ്ങളുടെ തേരല്ല എങ്കിൽ, തേരുഭാഗം അല്ല നിങ്ങൾക്ക് അവിടെ കിട്ടിയേക്കണമെങ്കിൽ നിങ്ങൾ 2ആയിട്ട് മടക്കി അടിക്കണം, അല്ലെങ്കിൽ നൂല് വിട്ടുപോകും. നന്നായിട്ട് മടക്കി അടിച്ച് കഴിയുമ്പോൾ അതവിടെ പതിഞ്ഞിരുന്നോളൂ, നമ്മൾ പതിച്ചടിക്കുമല്ലോ അതുപോലെ തന്നെ. ഇനിയാണ് നമുക്ക് മുകളിലത്തെ പടിയോ അല്ലെങ്കിൽ എലാസ്റ്റിക്കോ എന്താണുള്ളതെങ്കിൽ അത് ഇടാനായിട്ടുള്ള പീസ് മടക്കി അടിക്കേണ്ടത്. ആദ്യം ഒരു 1/4 ഇഞ്ച് മടക്കി അടിക്കുക. അതിന് ശേഷം ഒരു 1 ഇഞ്ച് വിഡ്ത്തിൽ തുണി മടക്കി വെച്ചതിന് ശേഷം ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക.
അപ്പോൾ ഫുള്ളായിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് അളന്ന് നോക്കാം എത്രയാണെന്ന്. നമുക്ക് 7 ഇഞ്ചാണ് വേണ്ടത്. ഞാനിപ്പോൾ ഒരു 7.25 അവിടെ ഉണ്ട്. അപ്പോൾ ഒരു 1/4 ഇഞ്ച് നമുക്കവിടെ കട്ട് ചെയ്ത് മാറ്റാം. നമുക്ക് 7.5 ഇഞ്ച് മതി. 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ പോകുമ്പോൾ നമുക്ക് കറക്റ്റ് 7 ഇഞ്ച് കിട്ടും. അപ്പോൾ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. താഴെ എന്തെങ്കിലും നേരെയല്ല ഇരിക്കുന്നതെങ്കിൽ അതൊന്ന് ഷേപ്പ് ചെയ്ത് സ്ട്രെയിറ്റ് ആക്കുക. ആ സ്ട്രെയിറ്റ് ആക്കിയ ഭാഗം വേണം നമുക്ക് ആ താഴത്തെ പീസിലേക്ക് പിടിപ്പിക്കാനായിട്ട്. അപ്പോൾ താഴത്തെ പീസ് ഞാനവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ സെൻറ്ററിൽ അടിച്ചേക്കണ ആ ഒരു സ്റ്റിച്ചിങ് കണ്ടോ, ആ സ്റ്റിച്ചിങ്ങും നമ്മുടെ ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചേക്കണ ആ ഒരു പീസും കണ്ടില്ലേ, ആ പീസും കൂടെ ഒരുമിച്ച് വയ്ക്കുക. അതിൻ്റെ സെൻറ്ററും കൂടെ ഒരുമിച്ച് വയ്ക്കുക. അതിന് ശേഷം നിങ്ങളൊന്ന് പിടിച്ച് നോക്കുക, അതായത് കറക്റ്റ് ആണോ എന്ന്. നമ്മൾ മുകളിൽ പടി തയ്ച്ച് വെച്ചേക്കണതും താഴത്തെ പ്ലീറ്റ്സ് ഇട്ട് വെച്ചേക്കണ ഭാഗങ്ങളും കറക്റ്റായിട്ടാണോ ഇരിക്കുന്നതെന്നൊന്ന് നോക്കുക. നോക്കിയതിന് ശേഷം മാത്രം സ്റ്റിച്ച് ചെയ്യുക. നമുക്കിപ്പോൾ കുറച്ച് കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ, താഴത്തെ ഭാഗം കൂടുതലുണ്ടെങ്കിൽ നമുക്ക് പടി പിടിപ്പിക്കുമ്പോൾ ഒരു പ്ലീറ്റും കൂടെ ഇട്ട് കൊടുത്താൽ മതി. അതല്ല കുറവാണെന്നുണ്ടെങ്കിൽ ഒരു പ്ലീറ്റ് അഴിച്ചിട്ടാലും മതി. അപ്പോൾ എനിക്ക് ഏകദേശം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി അത് നമുക്ക് ഒരുപോലെ വെച്ചതിന് ശേഷം സെൻറ്ററും ഒരുപോലെ വെച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെയും നമ്മൾ 2 സ്റ്റിച്ച് കൊടുക്കണം. കാരണം പാൻറ്റിനൊക്കെ ആകുമ്പോൾ നമ്മൾ 2 സ്റ്റിച്ച് ഉറപ്പായിട്ടും കൊടുക്കണം. പുറത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുള്ളതാണെങ്കിൽ എന്ത് സാധനമായാലും നമ്മൾ 2 സ്റ്റിച്ച് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഫുള്ളായിട്ട് ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഓവർലോക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വള്ളി ഇടണമെങ്കിൽ ഈ സമയത്ത് വള്ളി ഇടാവുന്നതാണ്. കറക്റ്റ് ആ സെൻറ്റർ നമ്മുടെ ഒരുമിച്ച് കണ്ടോ ഒരേപോലെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ പാൻറ്റിൻ്റെ ഫുൾ ലെങ്ത്ത് നമ്മളിപ്പോൾ അളന്ന് നോക്കുമ്പോൾ നമുക്ക് 40 തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ പാൻറ്റിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. വളരെ നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല പ്ലീറ്റ്സൊക്കെ ഉള്ള ഒരു പാൻറ്റാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.